എല്ലാവർക്കും നമസ്കാരം. അതിരാവിലെ 3 മണിക്ക് എഴുന്നേറ്റുള്ള പ്രാർത്ഥനയുടെ പ്രസക്തിയെക്കുറിച്ച് നമ്മളൊക്കെ ഒരുപാട് കേട്ടിട്ടുണ്ടല്ലേ? അപ്പോൾ നമ്മൾക്കറിയാം ഈ അതിരാവിലെ 3 മണി ടൈമിൽ എഴുന്നേറ്റിരുന്ന് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയ്ക്ക് ഭയങ്കര പവർഫുള്ളാണ്. കാരണം അതിന് നമ്മൾക്ക് പെട്ടെന്ന് പെട്ടെന്ന് ആൻസറുകൾ കിട്ടും. അല്ലാതെ നമ്മൾ ബാക്കി സമയങ്ങളിൽ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനകളെ കഴിഞ്ഞും അതിരാവിലെ 3 മണിക്ക് എഴുന്നേറ്റ് പ്രാർത്ഥിക്കുമ്പോൾ വിടുതലില്ലാത്ത ഏത് വിഷയങ്ങൾക്കും ദൈവം വിടുതൽ തരുന്നതും ഒത്തിരി പേരുടെ അനുഭവങ്ങളാണ്. എൻ്റെയും അനുഭവമാണ്. അപ്പോൾ അതൊന്ന് വചനത്തിൻ്റെ വെളിച്ചത്തിൽ തന്നെ ഒന്ന് നിങ്ങളോടൊന്ന് പറഞ്ഞു തരാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അതിൻ്റെ ആ ഒരു പ്രസക്തി തിരിച്ചറിഞ്ഞ് വിടുതലില്ലാതെ ജീവിതത്തിൽ പല വിഷയങ്ങൾക്കും വിടുതലില്ലാതെ ഇരിക്കുന്നവരും ഒരു ഇത്തിരി വില മുടക്കുവാൻ തയ്യാറായി കഴിഞ്ഞാൽ എന്താ സംഭവിക്കുന്നതെന്നറിയാമോ? നിങ്ങൾ ഏത് വിഷയത്തിന് ഭാരപ്പെടുന്നു, അല്ലെങ്കിൽ ഏത് വിഷയത്തിന് നാളുകളായി പ്രാർത്ഥിച്ചിട്ട് ഉത്തരമില്ലാതെ ഇരിക്കുന്നു, ആ വിഷയത്തിന് മറുപടി തന്ന് മാനിക്കുവാൻ നമ്മൾ ആരാധിക്കുന്ന ദൈവം ശക്തനാണെന്ന് തിരിച്ചറിയുക. ഇനി നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. എന്തുകൊണ്ടാണ് ഈ അതിരാവിലെയുള്ള 3 മണിക്കത്തെ പ്രാർത്ഥനയ്ക്കും പ്രസക്തി എന്ന് പറയുന്നതെന്നറിയാവോ? നമ്മൾക്കറിയാം ഈ 3 മണി സമയത്തൊക്കെ അധികം ആരും എഴുന്നേറ്റിരുന്ന് പ്രാർത്ഥിക്കുന്ന സമയങ്ങളല്ല അല്ലേ? അത്ര അത്യാവശ്യക്കാരെ എന്ത് ചെയ്യത്തുള്ളൂ? ഈ 3 മണിക്കൊക്കെ എഴുന്നേറ്റിരുന്ന് പ്രാർത്ഥിക്കത്തുള്ളൂ അല്ലേ? അല്ലാത്തവർ ജനറലായിട്ട് നോക്കിയാൽ 4 മണിക്ക്, 5 മണിക്ക്, 6 മണിക്ക് അതൊക്കെയാണ് സാധാരണ ഒരു പ്രാർത്ഥനാ ഷെഡ്യൂളായിട്ട് മുൻപോട്ട് പോകുന്നത്. ഇനി ചിലർ അർദ്ധരാത്രിക്ക് ഇരുന്ന് 12 മണി തൊട്ട് ഒക്കെ ഇരുന്ന് പ്രാർത്ഥിക്കുന്നവരുണ്ട്. എന്നാൽ ഈ 3 മണി സമയം എന്ന് പറയുന്നത് എഴുന്നേൽക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടുള്ള സമയമാണ് അല്ലേ? അതുമാത്രമല്ല, ഏകദേശം ഇപ്പോഴത്തെ ന്യൂജൻ പിള്ളേരെ സംബന്ധിച്ചിടത്തോളം അവരൊക്കെ ഉറങ്ങാൻ കിടക്കുന്ന സമയം കൂടിയാണ്. കാരണം അതുവരെ മൊബൈലിനകത്ത് നോക്കി ലാപ്ടോപ്പിൻ്റെ മുൻപിലൊക്കെ ഇരുന്നിട്ട് പിന്നെ അവർ ഉറങ്ങാൻ കിടക്കുന്ന സമയമായിരിക്കും. എന്ന് വെച്ചാൽ ഈ ലോകം മുഴുവൻ നിശ്ചലമായിരിക്കുന്ന ഒരു സമയം. ലോകം മുഴുവൻ എന്ന് പറയാൻ പറ്റത്തില്ല, നമ്മൾ ഇന്ത്യക്കാരെ സംബന്ധിച്ചിടത്തോളം എന്തായാലും മുഴുവൻ നിശ്ചലമായിരിക്കുന്ന ഒരു സമയമാണ് എന്ത്, ഈ 3 മണി സമയം എന്ന് പറയുന്നത്. ഇനി വചനത്തിനകത്ത് അതിൻ്റെ ഒരു ആധികാരികതയെക്കുറിച്ചും കൂടെ നമ്മൾക്കൊന്ന് ചിന്തിച്ചിട്ട് പോകാം. അല്ലെങ്കിൽ മറ്റുള്ളവരിങ്ങനെ ചുമ്മാ പറയുന്നു എന്ന് മാത്രം തോന്നിപ്പോകുമല്ലോ. അതുകൊണ്ട് അതല്ല, വചനത്തിനകത്ത് തന്നെ ഈ ഒരു ടൈമിൻ്റെ പ്രത്യേകത പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അതിൽ ആദ്യം തന്നെ നമ്മൾക്ക് ഉൽപ്പത്തി പുസ്തകത്തിനകത്തോട്ട് വരാം. അപ്പോൾ ഉൽപ്പത്തി പുസ്തകം ജനസിസ് 32ന്റെ 24, അതിനകത്തോട്ട് 32-ാം അധ്യായത്തിൻ്റെ 24-ാം വാക്യം തൊട്ട് അങ്ങോട്ട് പറയുകയാണ്. ഈ യാക്കോബ് എന്ന് പറയുന്ന ഒരു മനുഷ്യനല്ലേ, ഈ മനുഷ്യൻ തൻ്റെ അമ്മായിപ്പൻ്റെ അടുത്തുനിന്ന് തൻ്റെ 2 ഭാര്യമാരെയും വെപ്പാട്ടിമാരെയും ഒക്കെ, ഭാര്യമാരുടെ തോഴിമാരെയും അവരുടെ പിള്ളേരെയും എല്ലാം കൂട്ടി ഇങ്ങനെ യാത്ര തിരിക്കുകയായിരുന്നല്ലേ. എന്നിട്ട് യാബോക്ക് എന്ന കടവിൻ്റെ ഇപ്പറയെ വെച്ചിട്ട് അവരെല്ലാം അക്കരെ കിടത്തിയിട്ട് ഇപ്പറയെ ഇരുന്നിട്ട് പുള്ളി എന്താ ചെയ്ത്, ഒരു ദൈവദൂതനോട് മല്ല് പിടിച്ചു, ദൈവത്തോട് മല്ല് പിടിച്ചു എന്നും നമ്മൾക്ക് അവിടെ കാണുവാനായിട്ട് കഴിഞ്ഞു. അപ്പോൾ അവിടെ പറഞ്ഞു വെച്ചിരിക്കുകയാണ്, അവിടുന്ന് ഈ ദൈവം അല്ലെങ്കിൽ ദൈവദൂതൻ അവിടെ പറയുകയാണ്, എന്നെ വിട്, എനിക്ക് പോകണം, കാരണം നേരം വെളുക്കുവാൻ പോവുകയാണ്. എന്ന് വെച്ചാൽ പ്രഭാതം അടുക്കുവാനായിട്ട്, നേരം വെളുക്കുവാനായിട്ട് പോവുകയാണ്, എന്നെ വിടാൻ പറയുകയാണ്. എന്ന് വെച്ചാൽ പ്രഭാതത്തിനകത്തോട്ട്, പ്രഭാതയാമത്തിലോട്ട് അല്ലെങ്കിൽ നേരം വെളുക്കുന്ന ആ ഒരു ടൈമിലോട്ട് കിടന്നിട്ടില്ല. അതിന് മുൻപേ ഇവിടെ എന്തായിരുന്നു, മൽപ്പിടുത്തം നടത്തി. എന്ന് വെച്ചാൽ ദൈവത്തോട് മല്ല് പിടിച്ച് യാക്കോബ് എന്താ ചെയ്തിരിക്കുന്നത്, അനുഗ്രഹം മേടിച്ചൊരു ടൈമാണ് ഈ 4-ാം യാമം എന്ന് പറയുന്നത്. അതായത് നമ്മുടെ 3 മണി തൊട്ട് 6 മണി വരെയുള്ള ടൈമിനെയാണ് 4-ാം യാമം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ആ യാമത്തിലാണ് എന്ത് സംഭവിച്ചിരിക്കുന്നത് ഇവിടെ എന്ന് വെച്ചാൽ 3 മണി തൊട്ട് പ്രഭാതമായി. അതുകൂടാതെ എന്താണ്, 6 മണി കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്ക് നമ്മൾക്കറിയാം നേരം വെളുക്കും അല്ലേ. എന്നാൽ ഈ 3 മണി തൊട്ട് 6 മണി വരെയുള്ള ടൈമിൽ എന്താ സംഭവിക്കുന്നത്, നേരം വെളുത്തിട്ടില്ല, ഇരുട്ടാണ്, എന്നാൽ പ്രഭാതവും കൂടിയാണ് അല്ലേ. അപ്പോൾ ആ സമയത്ത് ഇരുന്ന് മല്ല് പിടിച്ചു, കുറേ നേരം മല്ല് പിടിച്ചു എന്ന് ഇവിടെ നമ്മൾക്ക് വായിക്കുവാനായിട്ട് കഴിഞ്ഞു. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അത് 3 മണി തൊട്ട് 6 മണി വരെയുള്ള ടൈമാണെന്നാണ് വചന പണ്ഡിതന്മാർ പറയുന്നത്. ഓക്കെ, അതവിടെ നിൽക്കട്ടെ. ഇനി അതുകൂടാതെ നമ്മൾക്ക് മർക്കോസിൻ്റെ സുവിശേഷം 1-ാം അധ്യായം അതിൻ്റെ 35-ാമത്തെ വാക്യത്തിനകത്തോട്ട് വന്നു കഴിയുമ്പോൾ നമ്മൾക്ക് അവിടെ കാണുവാനായിട്ട് കഴിയും, അധികാലത്തെ ഇരുട്ടോടെ യേശു കർത്താവ് ഒരു നിർജ്ജന പ്രദേശത്ത് പോയിരുന്ന് പ്രാർത്ഥിച്ചു. എന്ന് വെച്ചാൽ അധികാലത്തെ ഇരുട്ടോടെ. അപ്പോൾ അവിടെയും എന്താണ്, അതും 3 മണി തൊട്ട് 6 മണി വരെയുള്ള ടൈമാണെന്ന് നമ്മൾക്ക് അവിടെ കാണുവാനായിട്ട് കഴിഞ്ഞു അല്ലേ. അപ്പോൾ അവിടെ എന്താണ്, നേരം വെളുത്തില്ല, ഇരുട്ടുള്ള ടൈമാണ്. അപ്പോൾ ഈ ടൈമിൽ എന്താണ്, ഈ ടൈമിൽ യേശു കർത്താവ് പിതാവാം ദൈവവുമായിട്ട് അവിടെ സംഭാഷണം നടത്തിക്കൊണ്ടിരുന്ന അല്ലെങ്കിൽ പ്രാർത്ഥിച്ചു കൊണ്ടിരുന്ന ടൈമായിരുന്നു എന്നും നമ്മൾക്ക് അവിടെ കാണുവാനായിട്ട് കഴിഞ്ഞു. ഇനി വളരെ വ്യക്തമായിട്ട് 4-ാം യാമം എന്ന് പറഞ്ഞിരിക്കുന്നത് വചനത്തിനകത്ത് എന്താണ്, നമ്മുടെ മത്തായിയുടെ സുവിശേഷം 14-ാം അധ്യായത്തിനകത്തോട്ട് അതിൻ്റെ 25-ാം വാക്യത്തിനകത്തോട്ട് വന്നു കഴിയുമ്പോൾ 14 തൊട്ട് വായിക്കുമ്പോൾ നമ്മൾക്ക് അതിനകത്ത് മനസ്സിലാക്കുവാനായിട്ട് കഴിഞ്ഞു. അവിടെ രാത്രിയിലെ 4-ാം യാമത്തിൽ യേശു ക്രിസ്തു എന്താ ചെയ്ത്, കടലിൻ്റെ മീതെ നടന്ന് ശിഷ്യന്മാരുടെ പടകിനോട് അടുത്ത് ചെന്നു. അപ്പോൾ അവിടെ അതിനു മുൻപേ യേശുക്രിസ്തു അങ്ങോട്ട് ചെല്ലുന്നതിന് മുൻപേ അവിടെ എന്താ സംഭവിച്ചുകൊണ്ടിരുന്നതെന്ന് നമ്മൾക്കറിയാം അല്ലേ.
ശിഷ്യന്മാർ പടകിനകത്ത് കയറി അവരോട് യേശു കർത്താവ് പറഞ്ഞു, എനിക്ക് മുൻപേ അക്കരയ്ക്ക് പോയിക്കോളാൻ പറഞ്ഞവരെ കയറ്റി വിട്ടതാണ്. അപ്പോൾ ഇവർ അതങ്ങ് കയറി ആ പടകിനകത്ത് കയറി കുറേ അങ്ങ് ചെന്ന് രാത്രിയിലൊക്കെ മുഴുവൻ ഇവരെന്താണ്, പ്രതികൂലമായ കാറ്റ്, ഇവർക്ക് പ്രതികൂലമായിട്ട് ഇവർക്ക് യാത്ര ചെയ്യുവാൻ കഴിയാതെ വണ്ണം ഇവരെ നശിപ്പിച്ച് കളയത്തക്കവണ്ണം കാറ്റിങ്ങനെ അടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ കാറ്റടിച്ച് ശിഷ്യന്മാരാകെ ഭയപ്പെട്ടും നിലവിളിച്ചുമൊക്കെ ഇരിക്കുന്ന സമയമായിരുന്നു. അപ്പോൾ ആ സമയത്ത് രാത്രിയിലെ 4-ാം യാമത്തിൽ എന്താണ്, യേശു ക്രിസ്തു കടലിൻ്റെ മീതെ നടന്നവരുടെ അടുത്തോട്ട് വന്നു അല്ലേ. അപ്പോൾ നമ്മൾക്കറിയാം, അതിനുശേഷം പത്രോസ് പറഞ്ഞു, ഞാൻ അങ്ങയുടെ അടുത്തോട്ട്, അങ്ങാണെങ്കിൽ ഞാൻ അടുത്തോട്ട് കടലിൻ്റെ മീതെ നടന്നു വരട്ടെ എന്ന് പറഞ്ഞ് പത്രോസ് നടന്നു ചെന്നു. അത് കഴിഞ്ഞ് താന്നു പോകുവാനായിട്ട് തുടങ്ങിയല്ലേ. അവിശ്വാസിയാകാതെ വിശ്വാസിയായിരിക്കുക എന്നൊക്കെ യേശു ക്രിസ്തു ആരോട് പറഞ്ഞു, പത്രോസിനോട് പറഞ്ഞു എന്നൊക്കെ നമ്മൾക്ക് അവിടെ കാണുവാനായിട്ട് കഴിഞ്ഞു. അപ്പോൾ ഓർക്കുക, ഈ അതിരാവിലത്തെ പ്രയറിന് ഭയങ്കര പവർഫുള്ളാണ് എന്നുള്ളൊരു യാഥാർത്ഥ്യം തിരിച്ചറിയുക. ഇനി നമ്മൾക്കറിയാം, അതിന് മുൻപെയുള്ള ടൈമുകളിലൊക്കെ ഈ പിശാചനൊക്കെ ടൈം കൊടുത്തിട്ടുണ്ട്. പിശാചൊക്കെ ഇറങ്ങി നടക്കുന്ന സമയമാണെന്നൊക്കെ ലോകക്കാരും എല്ലാവരും പറയുന്നല്ല. രാത്രി 12 മണിയൊക്കെ കഴിയുമ്പം ഈ പിശാചുക്കൾ ഇങ്ങനെ ഇറങ്ങി നടക്കുമെന്ന്, പിശാചിൻ്റെ ടൈമാണെന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. ഓക്കെ, എനിവേ അതിലോട്ടൊന്നും ഞാൻ പോകുന്നില്ല. നമ്മൾക്ക് മനസ്സിലാക്കേണ്ടത് എന്താണ്, പ്രഭാതയാമം, അത് 4-ാം യാമം, അതായത് 3 മണി തൊട്ട് 6 മണി വരെയുള്ള ടൈം. അപ്പോൾ ഈ സമയത്തിരുന്ന് നമ്മൾ പ്രാർത്ഥിച്ചു കഴിഞ്ഞാലുണ്ടല്ലോ, പ്രാർത്ഥനകൾക്ക് പെട്ടെന്ന് മറുപടി തരും. കാരണം ഇവിടെ ശിഷ്യന്മാരെ സംബന്ധിച്ചിടത്തോളം അവർ കുഴഞ്ഞു പോയ ടൈമാണ്. എന്ന് വെച്ചാൽ അവർ വല്ലാതെ അവർ തോണി തുഴഞ്ഞ് അല്ലേ. നമ്മൾക്കറിയാം, ഈ തോണിയിലൊക്കെ യാത്ര ചെയ്യുന്നവരോട് ചോദിച്ചാൽ അറിയാം എന്താണ്, ഈ കാറ്റ് പ്രതികൂലമായിട്ട് അടിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവർക്ക് മുൻപോട്ട് പോകുവാൻ കഴിയുന്നില്ല. അത് നമ്മളുടെ എന്തിനാണ് കാണിക്കുന്നത്, ജീവിതത്തിൻ്റെ പ്രതിസന്ധിയിൽ നമ്മൾക്ക് തോണി തുഴഞ്ഞ് മുൻപോട്ട് പോകുവാൻ കഴിയാതെ നമ്മളെ കാറ്റും കോളും ഇട്ട് നമ്മളെ എന്താണ് വല്ലാതെ വലയിക്കുന്ന ഒരു ടൈം അല്ലേ. ആ ടൈമിൽ നിന്ന് നമ്മളെ വിടുവിച്ചെടുക്കുന്ന, അല്ലെങ്കിൽ അതുവരെ നമ്മളുടെ ജീവിതത്തിൽ പൈശാചിക മണ്ഡലം കാറ്റും കോളും ഇട്ട് നമ്മളുടെ ജീവിതത്തിൻ്റെ പടകിനെ ഇട്ടിങ്ങനെ ആടി ഉലച്ചുകൊണ്ടിരിക്കുമ്പോൾ, ആ ആടി ഉലച്ചുകൊണ്ടിരിക്കുന്ന പൈശാചിക മണ്ഡലത്തെ തകർത്ത് നമ്മളുടെ ജീവിതത്തിൽ ശാന്തതയോടെ നമ്മളെ അക്കരെ കടത്തുവാൻ, അല്ലെങ്കിൽ ജീവിതത്തിൻ്റെ ലക്ഷ്യപ്രാപ്തിയിലേക്ക് എത്തിക്കത്തക്കവണ്ണം ദൈവത്തിൻ്റെ തിരുസാന്നിധ്യം വെളിപ്പെടുന്ന സമയമാണ് എന്ത്, ഈ 4-ാം യാമം എന്ന് പറയുന്നത്. അപ്പോൾ ഈ സമയത്ത് എഴുന്നേറ്റിരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ, അപ്പോൾ നിങ്ങൾ ചോദിക്കും, 4 മണിക്കായാലും കുഴപ്പമില്ലല്ലോ, അതും എന്താണ് ഈ 4-ാം യാമത്തിൽ പെടുന്നതല്ലേ? അല്ല 4 മണി 5 മണി 6 മണിയൊക്കെ ഞാൻ പറഞ്ഞു ഒരുമാതിരിപ്പെട്ട ആൾക്കാരൊക്കെ എഴുന്നേൽക്കുന്നതാണ്. പക്ഷേ ഈ 3 മണി സമയത്ത് നമ്മൾ കുറച്ചും കൂടി വില കൊടുക്കുവാൻ നമ്മൾ തയ്യാറായി കഴിയുമ്പോൾ എന്താ സംഭവിക്കുന്നതെന്നറിയുമ്പോൾ, ദൈവത്തിൻ്റെ പ്രവൃത്തി അതിശക്തമായിട്ട് വെളിപ്പെടുക തന്നെ ചെയ്യും. കാരണം നമ്മൾ ദൈവത്തിന് വേണ്ടി വില മുടക്കുന്നതിനൊന്നും കണക്കിടാതെ പോകുന്ന ദൈവമല്ല കേട്ടോ. ദൈവം അത് കാണും. എൻ്റെ ജീവിതത്തിലും ഒരുപാട് പ്രതിസന്ധികളുടെ ഘട്ടത്തിലൊക്കെ ഞാൻ ചെയ്യുന്ന ഒരു കാര്യമാണ്. എന്ന് വെച്ചാൽ ഉപവസിച്ചിട്ടും പ്രാർത്ഥിച്ചിട്ടും ഒന്നും മറുപടി കിട്ടുന്നില്ല എന്നെനിക്കും ചില വിഷയങ്ങൾ എത്ര പ്രാർത്ഥിച്ചിട്ടും ഉപവസിച്ചിട്ടും മറുപടി കിട്ടാത്ത ചില വിഷയങ്ങളുണ്ടാകും, അപൂർവമായ ചില വിഷയങ്ങൾ. അങ്ങനത്തെ വിഷയങ്ങൾ വന്നു കഴിയുമ്പോൾ എന്താ സംഭവിക്കുന്നതെന്നറിയാമോ, ഞാൻ എഴുന്നേറ്റിരുന്ന് പ്രാർത്ഥിക്കാറുണ്ട്. 3 മണിക്ക് എഴുന്നേറ്റിരുന്ന് പ്രാർത്ഥിക്കും. 3 മണിക്ക് എഴുന്നേറ്റിരുന്ന് പ്രാർത്ഥിച്ച് 3 മണി തൊട്ട് 4 മണി വരെ അന്യഭാഷയിലിരുന്ന് ദൈവത്തെ ആരാധിക്കാറുണ്ട്. ആ വിഷയം, ആ സ്പെസിഫിക് വിഷയം വെച്ചിട്ട്, കർത്താവ് ഇതാണ് എൻ്റെ വിഷയം എന്ന് പറഞ്ഞ് വെച്ചിട്ട് അന്യഭാഷയിൽ 1 മണിക്കൂർ അന്യഭാഷയിൽ ഞാൻ ദൈവത്തെ ആരാധിക്കാറുണ്ട്. അപ്പോൾ എനിക്ക് വിടുതലുകളെല്ലാം ഇൻസ്റ്റൻ്റായിട്ട് ലഭിച്ചിട്ടുണ്ട് കേട്ടോ. ഏത് ചുറ്റിക്കെട്ടുള്ള വിഷയമാണെങ്കിലും അതിനകത്ത് ഇൻസ്റ്റൻ്റ് മറുപടി എൻ്റെ ജീവിതത്തിൽ ലഭിച്ചിട്ടുണ്ട്. ആ ഒരു ഉറപ്പിൽ നിന്നുകൊണ്ട് തന്നെയാണ് ഞാൻ സംസാരിക്കുന്നത്. അല്ലാതെ വേറെ ആരും കേട്ടിട്ടോ വേറെ ആരും പറയുന്നത് കേട്ടിട്ടോ ഒന്നും എനിക്ക് നിങ്ങളോട് ഒരു കാര്യങ്ങളും പറയുവാൻ പറ്റത്തില്ല. കാരണം ഇതൊക്കെ കേൾക്കുന്ന ഒരു ദൈവമുണ്ടല്ലേ, ദൈവം ഇതിനൊക്കെ കണക്ക് ചോദിക്കും. അതുകൊണ്ട് എനിക്ക് നുണ പറഞ്ഞ് നിങ്ങളെ മോട്ടിവേറ്റ് ചെയ്യേണ്ട കാര്യമില്ല. എൻ്റെ ജീവിതത്തിൻ്റെ അനുഭവം തന്നെയാണ് ഞാൻ പറയുന്നത്. അതുകൊണ്ട് ഓർക്കുക, നമ്മൾ ഇനിയിപ്പോൾ ചിലർ പറയും, അയ്യോ എനിക്ക് അന്യഭാഷ കിട്ടിയിട്ടില്ലല്ലോ എന്ന് വിചാരിക്കും. അപ്പോൾ ഒന്നും ഭാരപ്പെടണ്ട. 3 മണി തൊട്ട് 4 മണി വരെ നമ്മളുടെ അല്ല, ഞാൻ എപ്പോഴും പറയാറുണ്ട്, ദൈവത്തിൻ്റെ സന്നിധിയിൽ നമ്മളുടെ പ്രാർത്ഥനാ വിഷയം വ്യക്തമായിട്ട് നമ്മൾ എഴുതി വെച്ച് പ്രാർത്ഥിക്കുക. എന്താണ് നമ്മളുടെ വിഷയമെന്നും എഴുതി വെക്കുക. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം, വചനം പറയണം, നമ്മളുടെ വിഷയം സമർപ്പിക്കണം. എന്നിട്ട് നമ്മൾ വചനം, അതിനനുസരിച്ചുള്ള വചനം, ഏത് വിഷയമാണോ അതിന് തക്കതായ വചനമൊക്കെ നമ്മുടെ വിശുദ്ധ ബൈബിളിനകത്തുണ്ട്. അത് കണ്ടുപിടിച്ച് ആ വചനം വെച്ച് നമ്മൾ പ്രാർത്ഥിക്കണം. പിന്നെ നമ്മൾ സ്തുതിക്കണം. സ്തുതിയും സ്തോത്രവും ഒക്കെ, കർത്താവെ ഞാൻ അങ്ങയെ സ്തുതിക്കുന്നു, ഈ വിഷയത്തിൻ്റെ മറുപടി എൻ്റെ ദൈവം എനിക്ക് തരുന്നതിനായിട്ട് ഞാൻ അങ്ങയെ സ്തുതിക്കുന്നു എന്ന് പറഞ്ഞ് ദൈവത്തെ സ്തുതിക്കുക, സ്തോത്രം ചെയ്യുക, ആരാധിക്കുക, പിന്നെ പാട്ട് പാടുക, വചനം പറയുക. ഇതൊക്കെ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴുണ്ടല്ലോ മിനിമം ഒരു 1 hour
സമയമെങ്കിലും നമ്മൾ ദൈവത്തെ ആരാധിക്കണം കേട്ടോ. എന്നിട്ട് മിനിമമാണ് ഞാൻ പറഞ്ഞത്, അതിൽ കൂടുതൽ ഇരുന്ന് പ്രാർത്ഥിച്ചോണം. കൃപയുള്ളവർ അതിൽ കൂടുതൽ ഇരിക്കണം. ഇനി കൃപയില്ലാത്തവർ ഒരു മണിക്കൂറെങ്കിലും മിനിമം നമ്മൾ ഈ ഒരു വിഷയം വെച്ച് 3 മണി തൊട്ട് 4 മണി വരെയെങ്കിലും നമ്മളിരുന്ന് പ്രാർത്ഥിക്കുവാൻ തയ്യാറായി കഴിഞ്ഞാൽ ആ ഒരു വിഷയത്തിൻ്റെ മറുപടി ദൈവം സഡൻലി ഇമ്മീഡിയറ്റ് ആയിട്ട് നമ്മളുടെ കരത്തിൽ തന്ന് നമ്മളെ അനുഗ്രഹിക്കുവാനായിട്ട് ഇടയാകും. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന ആരെങ്കിലുമൊക്കെ എത്ര പ്രാർത്ഥിച്ചിട്ടും ഉപവസിച്ചിട്ടും മറുപടിയില്ലാതെ ആകെ ഭാരപ്പെട്ടിരിക്കുന്നവരുണ്ടെങ്കിൽ അത് വിഷയം എന്തുമാകട്ടെ, ജനുവിനാണോ നിന്റെ വിഷയം, എന്താ പറയുക, ദൈവസന്നിധിയിൽ നീതിയുള്ള വിഷയമാണോ, നീ വെച്ച് പ്രാർത്ഥിച്ച് ഒന്നും പേടിക്കേണ്ട. വചനം പറഞ്ഞും അന്യഭാഷ ലഭിച്ചവരാണെങ്കിൽ അന്യഭാഷയിൽ, അല്ലെങ്കിലും വചനം പറഞ്ഞ് ദൈവത്തിൻ്റെ സന്നിധിയിൽ ഇരുന്ന് പ്രാർത്ഥിക്കുക. ഈ ഒരു സമയത്ത് എഴുന്നേറ്റിരുന്ന് പ്രാർത്ഥിക്കുക, കുറച്ച് വില മുടക്കി പ്രാർത്ഥിക്കും. ആ പ്രാർത്ഥനയ്ക്ക് ദൈവം കേൾക്കുകയും ചെയ്യും, ആ പ്രാർത്ഥനയ്ക്ക് ദൈവം മറുപടി തരികയും ചെയ്യും. ഇനി അതുകൂടാതെ മാനുഷികമായ രീതിയിൽ പറയുകയാണെങ്കിൽ 3 മണി സമയം എന്നൊക്കെ പറഞ്ഞാലും ഒരു ശല്യങ്ങളുമില്ലല്ലേ. എല്ലാവരും ഏകദേശം എന്താണ്, നല്ല നിശ്ചലമായിട്ട് നമ്മുടെ പ്രകൃതിയും നമ്മുടെ വീടും എല്ലാം നിശ്ചലമായിട്ടിരിക്കുന്ന സമയമാണ്. അപ്പോൾ നമുക്ക് ദൈവവുമായിട്ട് പെട്ടെന്ന് കണക്റ്റ് ആകുവാനായിട്ട് പറ്റും അല്ലേ. വേറെ ശബ്ദ കോലാഹലങ്ങളൊന്നുമില്ല, പെട്ടെന്ന് കണക്റ്റ് ആകുവാനായിട്ട് പറ്റും. അപ്പോൾ അതും കൂടി ഉണ്ട് അതിനകത്ത്. അതുകൊണ്ടിരുന്ന് പ്രാർത്ഥിക്കുക, ദൈവം നിശ്ചയമായിട്ട് മറുപടി തരിക തന്നെ ചെയ്യും. എനിവേ, എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.